ഹലോ, അപ്പോൾ നമുക്കിന്ന് ചെമ്മീൻ വറുത്തരച്ച് വയ്ക്കാം. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു 2 പിടി തേങ്ങ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോഴാണ് ഞാൻ ഓർത്തത് മല്ലിപ്പൊടി ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ കുറച്ച് മല്ലി അങ്ങോട്ട് എടുത്തു, കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ടു. അപ്പോൾ മല്ലിപ്പൊടി വെറുതെ മല്ലി മാത്രം വറുത്ത് പൊടിച്ച് വയ്ക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ്. അതിൽ കുറച്ച് 2 പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് അത് വറുത്തെടുത്തിട്ട് പൊടിക്കണം. അപ്പോൾ തേങ്ങ ഏകദേശം ചെറിയ ബ്രൗൺ ആയപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടു. അപ്പോൾ ഇവിടെ നമ്മുടെ മല്ലി അതിൻ്റെ അകത്ത് കറിവേപ്പിലയൊക്കെ നല്ലതായിട്ട് പൊടിഞ്ഞു വന്നു. അപ്പോൾ നമുക്കിത് നിർത്താം. ഇത് ആറിക്കഴിഞ്ഞ് നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാം. ഇത് ആറിയപ്പോഴാണ് പൊടിക്കുന്നത്. അതിന് ശേഷം ഈ മല്ലി അരിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അരിച്ചിട്ട് ബാക്കിയും തരികളുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്നും കൂടെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി റെഡിയായി. ഇനി നമുക്കിവിടെ തേങ്ങ നന്നായിട്ട് ബ്രൗൺ നിറമായപ്പോൾ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളിപ്പോൾ പൊടിച്ച മല്ലിപ്പൊടിയും കൂടെ 2 ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിരിക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണേ ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം ഞാനിവിടെ വേറൊരു പാത്രത്തിൽ കടു വറുത്തിടുകയാണ്. വെളിച്ചെണ്ണയിലാണ് കടു വറുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പില, പിന്നെ ഉണക്കമുളക്, ഇഞ്ചി, വെളുത്തുള്ളി 2 വെളുത്തുള്ളിയേ ഉള്ളൂ, പക്ഷെ വലിയ വെളുത്തുള്ളിയാണ്. ഇഞ്ചി 1 ഇഞ്ച് നീളത്തിലുള്ളത്. പിന്നെ ഒരു 10-25 ചെറിയ ഉള്ളിയാണത്, അത് അരിഞ്ഞെടുത്താണ്. പിന്നെ ഇത് കണ്ടോ, അമരക്കയാണ്. അപ്പോൾ അമരക്ക ഇതിൻ്റെ കൂടെ ആകുമ്പോൾ അങ്ങനെ അറിയാണ്ട് കഴിച്ചു പോവും. അപ്പോൾ അതുകൊണ്ടാണ് അമരക്ക അതിലിട്ടു. അതുപോലെ തന്നെ മുരിങ്ങാക്കോലും കൂടെ ഇട്ട് ഉപ്പ് ആവശ്യത്തിനും കൂടെ ഇട്ട് കൊടുത്തു. അതിനുശേഷം 2 കുടംപുളിയാണ് ഇട്ടത്. പിന്നെ 1/2 തക്കാളിയും കൂടെ ഇട്ടു. ശേഷം മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടു. പിന്നെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചു. അപ്പോൾ ഇത് വെന്ത് വന്നപ്പോൾ നമ്മളതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണേ. ഒരു 200 ഗ്രാം ചെമ്മീനേ ഉള്ളൂ. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. മഞ്ഞളും ഉപ്പും തടവി വെച്ച ചെമ്മീനാണ്. അപ്പോൾ അതാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം അരച്ച് വെച്ച നമ്മുടെ തേങ്ങയില്ലേ വറുത്ത് വെച്ചിരുന്നത് അതും, പിന്നെ മിക്സിയിൽ ബാക്കി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചു. ശേഷം ഉപ്പുണ്ടോ നോക്കി, ഉപ്പ് കുറവാന്ന് തോന്നിയപ്പോൾ ഇച്ചിരി ഇട്ട് കൊടുത്തു. വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വറുത്തരച്ച് ചെമ്മീൻ റെഡിയായി കഴിഞ്ഞു. തീയലിലെ പോലെ വാളൻപുളി അല്ല ചേർത്തിരിക്കണേ. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വറുത്തരച്ച ചെമ്മീൻ എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.